നമസ്കാരം, എൻ്റെ പേര് വിനയ് മോഹൻ. ഞാനിന്ന് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ കൈചൂണ്ടിലോട്ട് പോകുന്ന വഴി ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സർബത്ത് കടയുണ്ട്. അപ്പം മുഖ്യമൊന്ന് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് അറിഞ്ഞു വന്നപ്പോഴാണ് അഹമ്മദ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. 17 വയസ്സേ ഉള്ളൂ പ്രായം. ഇവിടെ ലിയോ 30 ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആള് ഇദ്ദേഹമാണ്. അദ്ദേഹം അഹമ്മദ് സാർ എന്തൊക്കെയുണ്ട്? ഇവിടെ എത്ര ആളായി തുടങ്ങിയിട്ട്? ഇവിടെ അഹമ്മദ് സാറിൻ്റെ ഒരു വെറൈറ്റി സാധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കലിങ്കു എത്ര രൂപ അതിന്? 35. ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാ ദിവസം ഉണ്ടാവുക? വെള്ളിയാഴ്ച കാണത്തില്ല സാറ് പിന്നെ ഒരു ആക്ടർ കൂടെയാണ് കേട്ടോ. അവിടെ സ്കൂള് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലേ? ഒരു ലീഡറുള്ള അഭിനയിച്ചില്ല. അത് ഇന്ന് റിലീസാകും. റിലീസിങ് ഉടനെ ഉണ്ടാവും. ഇന്ത്യ ഫസ്റ്റ് ഫിലിമാണ്, സ്കൂൾ ഫിലിമാണ്. തന്നെത്തനല്ലേ അത്? തന്നെ കൊളാബറേഷൻ ന്യൂസ്. അവനെ സഹായിക്കാൻ വരുന്ന കുരുപ്പാണ്. കണ്ടോ? തണ്ണീർത്തിനിട്ട് ശേഷം അവരെ കാണിക്കുന്ന രീതിയിലൊന്നുണ്ടാ. ഇത് കസ്കസ്, പിന്നെ മുസമ്പി. ഇതിനാണ് മെയിൻ സാധനം, മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ? തണ്ണീർത്തൻ, കസ്കസ്, മുസമ്പി. മുസമ്പി ഫുൾ ഇടുക. മുസമ്പി ഒഴിച്ച് നമുക്ക് ജ്യൂസ് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ നാരങ്ങ പോലെ അങ്ങ് പിഴിഞ്ഞേക്കുക അല്ലേ? നമ്മുടെ സാധനം അങ്ങ് കലിങ്കങ്ങ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ സർബത്തല്ല ഇതിന് വേണ്ടിയിട്ടുള്ള. ഇവിടെ സ്പെഷ്യൽ സർബത്താണ്. ഇവിടെ ഈന്തപ്പഴ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് സ്പെഷ്യലായിട്ട് ഇവർ മേക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിന് പ്രത്യേക ആരാധകരുണ്ടെന്നൊക്കെയാണ് അഹമ്മദ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ബാപ്പ ബിരിയാണി നടത്തുന്നതാണ്, ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ വഴിയാണ് ഇങ്ങനെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഉണ്ടാക്കിയതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതാണ് നമ്മുടെ കലിങ്ക്. ധൈര്യമായിട്ട് നമ്മൾ കണ്ട സാധനം. ആ തണ്ണീർത്തിനും ഇതിൻ്റെയൊക്കെ മേളിൽ വന്നിട്ട് ഇത് മൊത്തം 7 ലെയർ വരും. 7 ലെയർ സർബത്ത്, തണ്ണി, പിന്നെ കസ്കസ്, മുസമ്പി, പിന്നെ പിന്നെന്താ വരുന്നത്? സോഡ. ഇത് മൊത്തം കൂടെ വരുമ്പോൾ 7 ലെയർ വരും. അപ്പം സാധാരണ വരുന്നതെന്ന് വെച്ചാൽ ഈ വെയിറ്റുള്ള ഐറ്റം താഴത്തും അങ്ങനെയല്ലേ വരും. ഇത് താഴത്തോട്ട് വെള്ളവും വരും, വെയിറ്റുള്ള മുകളിലോട്ട് 2 ലെയറായിട്ട് ആണ് ഇതിൻ്റെ പ്രത്യേകത. അസ്കസിന് ഇനിയും ഭാവിയുണ്ട്. ഹ്യൂമാനിറ്റീസിലല്ലേ, ഇനിയും പരീക്ഷണങ്ങൾ ചെയ്യുക. എല്ലാവരും ഒന്ന് കണ്ടുവച്ചു. 17 വയസ്സുള്ള ഭാവി എൻ്റർപ്രണറാണ്. ആലപ്പുഴയിൽ നിന്ന് കൈചൂണ്ടിയിലോട്ട് ഏത് റോഡാ ബ്രോ? ഇത് മട്ടാഞ്ചേരി പാലത്തിൽ നിന്ന് കൈചൂണ്ടിയിലോട്ടുള്ള റോഡ് വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ ഒരാളെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് കയറി ഒരു സോഡ സർബത്തോ കലിങ്കോ തണ്ണീർത്തൻ ജ്യൂസോ കുടിച്ച് നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് ഇങ്ങനത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കാം. അത് കാണിക്കാമെന്നാണ്. താങ്ക് യു സോ മച്ച്.